നമസ്കാരം. പ്രധാന വാർത്തകൾ. 2006 കസ്റ്റഡിയിൽ ചൊറിഞ്ഞണം തേച്ച് മർദ്ദിച്ചെന്ന പരാതിയിൽ അന്നത്തെ ചേർത്തല SIയും ഇപ്പോൾ ആലപ്പുഴ DYSPയുമായ മധുബാബുവിനും അന്നത്തെ ASI ആയിരുന്ന മോഹനും ചേർത്തല കോടതി ശിക്ഷ വിധിച്ചു. ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 1 ജഡ്ജി ഷെറിൻ കെ ജോർജാണ് ശിക്ഷ വിധിച്ചത്. തന്തൈ പെരിയോർ പങ്കെടുത്ത വൈക്കം സത്യാഗ്രഹത്തിന്റെ ശതാബ്ദി സമാപനാഘോഷം വ്യാഴാഴ്ച വൈക്കത്ത് നടക്കും. തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ, കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ തുടങ്ങിയവർ പങ്കെടുക്കും. സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ ഇല്ലാതാക്കണമെന്ന ആവശ്യം മഹിളാ അസോസിയേഷൻ ആലപ്പുഴയിൽ പ്രതിഷേധ ധർണ നടത്തി. വൈവിധ്യമാർന്ന കലാപരിപാടികളോടെ പാതിന മണൽ ഫെസ്റ്റ്. ആഘോഷ പരിപാടികൾ നടക്കുന്നത് ഡിസംബർ 26 മുതൽ 30 വരെ. വിശദമായ വാർത്തയിലേക്ക്. തന്തൈ പെരിയോർ പങ്കെടുത്ത വൈക്കം സത്യാഗ്രഹത്തിന്റെ ശതാബ്ദി സമാപന ആഘോഷം വ്യാഴാഴ്ച വൈക്കത്ത് നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി തമിഴ്നാട് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി AV വേലു, കേരള തുറമുഖ സഹകരണ ദേവസ്വം വകുപ്പ് മന്ത്രി VN വാസവൻ എന്നിവർ വൈക്കത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് തന്തൈ പെരിയോർ വഹിച്ച പങ്കും അത് ചരിത്രയേടുകളിൽ സ്ഥാനം പിടിച്ചതും ഉൾപ്പെടെയുള്ളത് കാലവും ചരിത്രമുള്ള ഒരു കാലം നിലനിൽക്കുന്നതിന് വേണ്ടി തമിഴ്നാട് ഗവൺമെൻറ് മുൻകൈയെടുത്ത് വൈക്കം സത്യാഗ്രഹത്തിൽ പെരിയോറുടെ പങ്ക് വെളിപ്പെടുത്തുന്ന രൂപത്തിലുള്ള ചരിത്ര സ്മാരകം നിർമ്മിക്കുക. അതിമനോഹരമായ സ്മാരകം 8.14 കോടി രൂപ മുടക്കി നിർമ്മിച്ചു കഴിഞ്ഞിരിക്കും. അതിൽ പ്രധാനമായി ഒരു ഗ്രന്ഥശാലയും അതോടൊപ്പം തന്നെ പെരിയോറുടെ പങ്കും വെളിപ്പെടുത്തുന്ന രൂപത്തിലാണ് ഈ ചരിത്ര സ്മാരകം ഇപ്പോൾ ഇവിടെ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനമാണ് 12-ാം തീയതി രാവിലെ 10 മണിക്ക് ബഹുമാനായ തമിഴ്നാട് മുഖ്യമന്ത്രി ശ്രീ MK സ്റ്റാലിൻ നിർവഹിക്കുന്നത്. இந்த வைக்கம் போராட்டம் சம்பந்தப்பட்ட வைக்கத்தை சுற்றி இருக்கிற அதனுடைய தலைவர்கள், அதுபோன்ற வைக்கத்தினுடைய ஹிஸ்ட்ரி, அதனுடைய வரலாறு ஆக அந்த புத்தகங்கள் எல்லாம் மலையாள மொழியிலும் ஆங்கிலத்திலும் அது போன்ற புத்தகங்கள்லாம் அதில் நூலகத்தில் இடம்பெற்றிருக்கிறது. இவர்களெல்லாம் தமிழ்நாட்டுடைய முதலமைச்சர் அவர்கள் தமிழ்நாட்டிலே திராவிட மாடல் ஆட்சி என்கிற ஒரு ஆட்சியை தந்தை பெரியார் வழியில், பேரறிஞர் அண்ணா வழியில், என் தலைவர் கலைஞர் வழியில், இந்த 3 தலைவர்கள் வழியில் ஆட்சி நடத்தி கொண்டிருக்கிறார்கள். அதனுடைய அடையாளமாகத்தான், சமூக நீதியினுடைய அடையாளமாகத்தான் அந்த நூலகத்தையும் அந்த நினைவகத்தையும் முதலமைச்சர்கள் கட்டியிருக்கிறார்கள். என அது திறந்து வைப்பதற்காக 11ஆம் தேதி மதியம் 1 மணி அளவில் இந்த கோட்டயம் மாவட்டத்திற்கு குறிப்பாக குமரகத்திற்கு வந்து தங்குகிறார்கள். ഡിസംബർ 12 വ്യാഴാഴ്ച രാവിലെ 10 മണിക്ക് വൈക്കം ബീച്ച് മൈതാനിയിലാണ് ശതാബ്ദി സമാപന ആഘോഷം നടക്കുക. മുഖ്യമന്ത്രി പിണറായി വിജയൻ അധ്യക്ഷത വഹിക്കും. തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ പെരിയാർ സ്മാരകവും ഗ്രന്ഥശാലയും ഉദ്ഘാടനം ചെയ്യും. ദ്രാവിഡ കഴകം അധ്യക്ഷൻ K വീരമണി വിശിഷ്ട അതിഥിയാകും. തമിഴ്നാട് ചീഫ് സെക്രട്ടറി N മുരുകാനന്ദൻ, തമിഴ്നാട് മന്ത്രിമാരായ ദുരൈമുരുകൻ, AV വേലു, MB സ്വാമിനാഥൻ, കോട്ടയം കളക്ടർ ജോൺ V സാമുവൽ, വൈക്കം ചെയർപേഴ്സൺ പ്രീത രാജേഷ്, മന്ത്രിമാരായ VN വാസവൻ, സജി ചെറിയാൻ, ഫ്രാൻസിസ് ജോർജ് MP, CK ആശ MLA, വാർഡ് കൗൺസിലർ രാജശേഖരൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിക്കും. 2006 കസ്റ്റഡിയിൽ ചൊറിഞ്ഞണം തേച്ച് മർദ്ദിച്ചെന്ന പരാതിയിൽ അന്നത്തെ ചേർത്തല SIയും ഇപ്പോൾ ആലപ്പുഴ DYSPയുമായ മധുബാബുവിനും അന്നത്തെ ASI ആയിരുന്ന മോഹനും ചേർത്തല കോടതി ശിക്ഷ വിധിച്ചു. ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 1 ജഡ്ജി ഷെറിൻ കെ ജോർജാണ് ശിക്ഷ വിധിച്ചത്. സമീപത്തെ ഫാക്ടറിയിൽ നിന്നും ഉയരുന്ന പരിസര മലിനീകരണത്തിനെതിരെ പ്രതികരിച്ചതിനാണ് പള്ളിപ്പുറം നികരത്തിൽ NM സിദ്ധാർത്ഥനെ കസ്റ്റഡിയിൽ നഗ്നനാക്കി ചൊറിഞ്ഞണം തേച്ചതെന്ന് സിദ്ധാർത്ഥൻ പറഞ്ഞു. ഇതിനെ തുടർന്ന് ഇത് സംബന്ധിച്ച് ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകുകയായിരുന്നു. വീടിൻ്റെ പുറകുവശത്ത് ഒരു ചകിരിമില്ലുണ്ട്. അവിടുത്തെ മലിനീകരണത്തിൽ കേസുകൾ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അതിനിടയിലാണ് ഈ 2006 ആഗസ്റ്റ് 4-ാം തീയതി പകൽ 11 മണിയോടുകൂടി വീട്ടിൽ കുറേ അധികം ആളുകൾ മില്ലുടമ അനധികൃതമായി കയ്യേറി വെട്ടിപ്പൊളിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതിന് അല്പസമയം കഴിഞ്ഞപ്പോൾ ചേർത്തല പോലീസ് മധുബാബുവും പോലീസ് വന്നിരുന്നു.
അതനുസരിച്ച് എന്നെ ബലമായിട്ട് ആൾക്കൂട്ടത്തിൽ നിന്ന് പിടിച്ചുകൊണ്ട് പോകുന്നതാണ്. എൻ്റെ വീട് മുറ്റത്തിൽ നിന്ന് എന്നെ ബലമായി പിടിച്ചുകൊണ്ട് പോകുന്ന ഒരവസ്ഥയുണ്ടായി. പോകുന്ന വഴി തിരുനെല്ലൂർ ചെന്ന് കഴിഞ്ഞപ്പോൾ പോലീസുകാരെ കൊണ്ട് ചൊറഞ്ഞണം എന്നുള്ള സാധനം ചെടി പറിച്ചെടുത്ത് എൻ്റെ ശരീരത്തിലൊക്കെ തേച്ച് നിനക്ക് വലിയ ചൊറിച്ചിലാണല്ലോ എന്നും പറഞ്ഞ് കൊണ്ടുപോയി. പിന്നെ സ്റ്റേഷൻ ചെന്ന് കഴിഞ്ഞ് ചെയ്ത് അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് സർക്കിളിന് ഫ്രണ്ടടുക്കലിൽ കൊണ്ടുവന്ന് അവിടെ നിന്ന് തിരിച്ച് എന്നെ സ്റ്റേഷൻ്റെ വാതിൽ കൊണ്ടുവന്ന് അടിവസ്ത്രത്താൽ നിർത്തി. അവിടെ നിന്ന് എനിക്കൊന്നും അനങ്ങാൻ പാടില്ലാത്ത ഫ്രണ്ടിൽ നിർത്തി. ഇതറിഞ്ഞ് എൻ്റെ ആൾക്കാർ വന്ന് സർക്കിൾ ഇൻസ്പെക്ടറെ കണ്ട് അത് വിവരങ്ങളൊക്കെ പറഞ്ഞ് കഴിഞ്ഞപ്പോൾ എന്നെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിടാൻ പറഞ്ഞു. എന്നാൽ SI 11 മണി കഴിഞ്ഞിട്ട് സ്റ്റേഷനിൽ ചെന്ന് കഴിഞ്ഞിട്ട് അവിടെ പിന്നീട് സ്റ്റേഷനിൽ വന്നിട്ടില്ല. പിന്നെ വരുന്നത് സ്റ്റേഷനിൽ വരാതെ പിടിച്ചുകൊണ്ട് പോയി SI വരാതെ വിടാൻ പറ്റില്ല എന്ന് പറഞ്ഞു. എനിക്ക് രാത്രി 9:30 മണി വരെ അയാളുകൂടിയാണ് വന്നത്. വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ഈ രണ്ട് ചെവിക്കും ഇടത്തിനും വലത്തിനും ചെവിക്കുറ്റി കഴിക്കുകയും ഈ സമയത്ത് മോഹൻദാസ് എന്ന് പറഞ്ഞ SI എന്നെ ഇവന് ഭയങ്കര ചൊറിച്ചിലാണെന്ന് പറഞ്ഞ് ഞങ്ങളെ പറഞ്ഞ് അതും വികാരപരിതനാക്കി SI. 2006 ഓഗസ്റ്റ് 4-നായിരുന്നു സംഭവം. അന്നത്തെ ചേർത്തല SIയും ഇപ്പോൾ ആലപ്പുഴ DYSPയുമായിരിക്കുന്ന മധുബാബുവിന് 500 രൂപ പിഴയും 1 മാസം തടവും, ഒപ്പമുണ്ടായിരുന്ന ASI മോഹന് 500 രൂപ പിഴയും പിഴയടച്ചില്ലെങ്കിൽ 1 മാസം തടവുമാണ് ശിക്ഷ. ചേർത്തല ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 1 ജഡ്ജി ഷെറിൻ കെ ജോർജാണ് ശിക്ഷ വിധിച്ചത്. സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ ഇല്ലാതാക്കണമെന്ന ആവശ്യം മഹിളാ അസോസിയേഷന്റെ നേതൃത്വത്തിൽ ആലപ്പുഴയിൽ പ്രതിഷേധ ധർണ നടത്തി. വിലക്കയറ്റത്തിനും സ്വകാര്യവൽക്കരണത്തിനും തൊഴിലില്ലായ്മയ്ക്കുമൊപ്പം സ്ത്രീകൾക്കെതിരെ വർദ്ധിച്ചുവരുന്ന അതിക്രമങ്ങൾക്കും എതിരെ ശക്തമായ പ്രക്ഷോഭം ഉയർത്തിക്കൊണ്ടുവരുന്നതിന്റെ ഭാഗമായിട്ടാണ് ജില്ലാടിസ്ഥാനത്തിൽ കേന്ദ്ര സർക്കാർ ഓഫീസുകളിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. NGO യൂണിയൻ ഓഫീസിൽ നിന്നും ആരംഭിച്ച പ്രകടനം ജില്ലാ പാസ്പോർട്ട് ഓഫീസിന് മുന്നിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം മഹിളാ അസോസിയേഷൻ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം പുഷ്പലത മധു ഉദ്ഘാടനം ചെയ്തു. നികൃഷ്ടപരമായിട്ടുള്ള രീതിയിൽ ഇന്ത്യയുടെ ഒരു ഭാഗമാണ് കേരളം എന്നുള്ളത് പോലും കാണാത്ത തരത്തിലുള്ള ഇടപെടലുമായി RSS നേതൃത്വം കൊടുക്കുന്ന BJP സർക്കാർ മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ്. നമുക്കറിയാം, വയനാട് ദുരന്തവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ആയിരക്കണക്കിന് മനുഷ്യർ, കാരണം നമുക്കറിയാം 500-ൽ പരം ആളുകൾ മരിക്കുന്ന സ്ഥിതി ഉണ്ടായി. വീടും കുടുംബവും എല്ലാം നഷ്ടപ്പെട്ട പാവപ്പെട്ട ജനങ്ങൾക്ക് അവിടെ അടിസ്ഥാന സൗകര്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ 2200 കോടി രൂപ മാത്രമാണ് നമ്മുടെ കേരള സർക്കാർ കേന്ദ്ര ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ആ സമയത്ത് ദുരന്തം സംഭവിച്ച സമയത്ത് പ്രധാനമന്ത്രി അവിടെ സന്ദർശിക്കുകയും അവിടുത്തെ കൊച്ചു കുട്ടികളെ ഉൾപ്പെടെ മടിയിലെടുത്ത് വെച്ച് ലാളിക്കുകയും ചെയ്യുന്ന സ്ഥിതി കണ്ടപ്പോൾ നമ്മളൊക്കെ വലിയ പ്രതീക്ഷയോടെയാണ് നോക്കിയത്. തീർച്ചയായിട്ടും വയനാട് ദുരന്തവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ ഉപരിയായിട്ടുള്ള ഒരു തുക വാഗ്ദാനം ചെയ്യുവാനായിട്ടായിരിക്കാം നരേന്ദ്രമോദി അധികാരത്തിൽ വന്നിട്ടുള്ളത് എന്നുള്ള പ്രതീക്ഷയോടെയാണ് നമ്മൾ കാത്തിരുന്നത്. മഹിളാ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ലീല അഭിലാഷിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് പ്രഭ മധു സ്വാഗതം പറഞ്ഞു. സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ സുശീല മണി, KK ജയമ്മ, സന്ധ്യ രമേശ്, ജുമൈലത്ത് തുടങ്ങിയവർ പ്രസംഗിച്ചു. പാതിര മണൽ ഫെസ്റ്റ് ഈ മാസം 26 മുതൽ 30 വരെ നടക്കും. വിവിധ കലാപരിപാടികൾ, ആഘോഷ പരിപാടികളോടനുബന്ധിച്ച് നടക്കുമെന്ന് മുഹമ്മ പഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന ഷാബു പറഞ്ഞു. മുഹമ്മ ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ 2ാമത് പാതിര മണൽ ഫെസ്റ്റ് ഈ വരുന്ന ഡിസംബർ 26 മുതൽ 30 വരെ നടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായി വിവിധ ഇനം കലാപരിപാടികൾ, ഉപന്യാസ മത്സരങ്ങൾ, ചിത്രരചനാ മത്സരങ്ങൾ, മൊഞ്ചുള്ള മൈലാഞ്ചി, നാടകം, ഗാനമേള, അതുപോലെ തന്നെ ഫ്യൂഷൻ, തിരുവാതിര അടക്കമുള്ള വിവിധ ഇനം പരിപാടികൾ ഉൾപ്പെടുത്തിക്കൊണ്ട് വളരെ വിപുലമായി പാതിരാമണൽ ഫെസ്റ്റ് ആഘോഷിക്കുകയാണ്. എല്ലാവർക്കും പാതിരാമണൽ ഫെസ്റ്റിലേക്ക് സ്വാഗതം. മുഹമ്മ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ 2ാമത് പാതിര മണൽ ഫെസ്റ്റ് ഡിസംബർ 26 മുതൽ 30 വരെ നടക്കുകയാണ്. വിവിധയിനം കലാപരിപാടികളാണ് ഇതിനോടനുബന്ധിച്ച് ഒരുക്കിയിരിക്കുന്നത്. ഉപന്യാസ മത്സരങ്ങൾ, ചിത്രരചന, നാടകം, ഗാനമേള, ഫ്യൂഷൻ, തിരുവാതിര അടക്കമുള്ള കലാപരിപാടികൾ പാതിര മണൽ ഫെസ്റ്റിനോട് അനുബന്ധിച്ച് നടക്കും. സ്വാതി തിരുനാൾ സംഗീതോത്സവം ഈ മാസം 12 മുതൽ 15 വരെ ആലപ്പുഴയിൽ നടക്കും. ആലപ്പുഴ ജവഹർ ബാലഭവനിലാണ് സംഗീതോത്സവം നടക്കുക. 12-ാം തീയതി സ്വാതി തിരുനാൾ സംഗീതോത്സവത്തിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് ആലപ്പുഴ മലബാർ ഗോൾഡിൻ്റെ ചീഫ് ശാഖാ മാനേജർ അബ്ദുൽ സലീമാണ്.
12-ാം തീയതി പരിപാടി നാട്യകല അവതരിപ്പിക്കുന്ന പരിപാടിയോടെയാണ് സംഗീതോത്സവം തുടങ്ങുന്നത്. 13-ാം തീയതി രണ്ടാമത്തെ ദിവസം കളറോട് നാരായണൻ നായർ സ്മാരക ജില്ലാ കഥകളി ക്ലബിൻ്റെ കഥകളിയാണ്. ആ പരിപാടിയെക്കുറിച്ചെല്ലാം ഇവിടെ ജില്ലാ കഥകളി ക്ലബിൻ്റെ ചെയർമാൻ ഇവിടെ ഉണ്ട്, അദ്ദേഹം വിശദീകരിക്കുന്നതാണ്. അതുപോലെ തന്നെ 13-ാം തീയതി കഴിഞ്ഞ് 14-ാം തീയതി സർഗം, അതായത് ഒരു വാട്സപ്പ് കൂട്ടായ്മയാണ്. ആലപ്പുഴയിലെ ഏറ്റവും വലിയൊരു വാട്സപ്പ് കൂട്ടായ്മ എന്ന് പറയാം. ഏതാണ്ട് 600ഓളം പേരടങ്ങുന്ന ഒരു വാട്സപ്പ് കൂട്ടായ്മയാണ്. അതിൻ്റെ ഒരു ദിവസത്തെ പരിപാടി, അതായത് 2ാമത് വാർഷികമാണ് 14-ാം തീയതി ശനിയാഴ്ച. 2ാമത് വാർഷികം അത് ഗംഭീരമായിട്ട് ആഘോഷിക്കുന്നു. സംഗീതോത്സവം എന്ന് പറഞ്ഞ ഒരു കമ്മിറ്റി അവതരിപ്പിക്കുന്ന സ്വാതിരുന്നാൾ സംഗീതോത്സവം 20ാമത്തെ വർഷത്തേക്ക് കടന്നിരിക്കുകയാണ്. എല്ലാ വർഷത്തെയും പോലെ ഇപ്രാവശ്യവും ഡിസംബർ 12 തുടങ്ങി ഡിസംബർ 15-ാം തീയതി വരെ നീളുന്ന ഈ സംഗീത കലാ വിരുന്ന് ആലപ്പുഴക്കാരുടെ മുമ്പിൽ സ്വാതിരുന്നാൾ സംഗീതോത്സവ കമ്മിറ്റി മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. ഇപ്രാവശ്യം സ്വാതിരുന്നാൾ സംഗീതോത്സവ കമ്മിറ്റിയുടെ കൂടെ ആലപ്പുഴ ജവഹർ ബാലഭവൻ, കേരളീയ കലാക്ഷേത്രം, കളറോട് നാരായണൻ നായർ സ്മാരക കഥകളി ജില്ലാ കഥകളി ക്ലബ്ബ്, അതുപോലെ തന്നെ നാട്യകല, സർഗം കലാവേദി, ലയം മ്യൂസിക്കൽ ക്ലബ്ബ് തുടങ്ങിയ സംഘടനകൾ കൈകോർത്തുകൊണ്ടുള്ള ഒരു പരിപാടി ആണ് 12 മുതൽ 15 വരെ അവതരിപ്പിക്കുന്നത്. സ്വാതിരുന്നാൾ സംഗീതോത്സവ കമ്മിറ്റി, ജവഹർ ബാലഭവൻ, കേരളീയ കലാക്ഷേത്ര, കളറകോട് നാരായണൻ നായർ സ്മാരക, ആലപ്പുഴ ജില്ലാ കഥകളി ക്ലബ്ബ്, ശ്രീ രാജരാജേശ്വരി സംഗീത സദസ്സ്, നാട്യകല, ഫൈൻ ആർട്സ് സൊസൈറ്റി എന്നിവയുടെ ആഭിമുഖ്യത്തിലാണ് സംഗീതോത്സവം നടക്കുന്നത്. ഡിസംബർ 12-ന് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ആലപ്പുഴ ശാഖാ മാനേജർ അബ്ദുൽ സലീം സംഗീതോത്സവം ഉദ്ഘാടനം ചെയ്യും. നാട്യകല പുരസ്കാര സമർപ്പണം ജവഹർ ബാലഭവൻ ഡയറക്ടർ വാഹിദ് നിർവഹിക്കും. ഡിസംബർ 13-ന് കളറകോട് നാരായണൻ നായർ ആലപ്പുഴ ജില്ലാ കഥകളി ക്ലബിന്റെ 59ാമത് വാർഷികവും പുരസ്കാര വിതരണവും സിവിൽ ജഡ്ജ് പ്രമോദ് മുരളി ഉദ്ഘാടനം ചെയ്യും. ഡിസംബർ 14-ന് നടക്കുന്ന സർഗം ആലപ്പുഴ 2ാം വാർഷികം ആലപ്പുഴ MLA PP ചിത്തരഞ്ജൻ ഉദ്ഘാടനം ചെയ്യും. ഡിസംബർ 15-ന് സ്വാതിരുന്നാൾ സംഗീതോത്സവം സമാപിക്കും. ദേശീയ മനുഷ്യാവകാശ ദിനത്തോടനുബന്ധിച്ച് പാണാവള്ളി അസിസി സ്പെഷ്യൽ സ്കൂളിൽ കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ സംഘടിപ്പിച്ചു. ദലീമ ജോജോ MLA ഉദ്ഘാടനം ചെയ്തു. ദേശീയ മനുഷ്യാവകാശ ദിനാചരണത്തോടനുബന്ധിച്ച് ഭിന്നശേഷി കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി പാണാവള്ളി അസിസി സ്പെഷ്യൽ സ്കൂളുമായി സഹകരിച്ച് ആലപ്പുഴ ജില്ലാ ശിശു സംരക്ഷണ യൂണിറ്റ്, ചൈൽഡ് ഹെൽപ്പ് ലൈൻ, ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി എന്നിവർ സംയുക്തമായി കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ സംഘടിപ്പിച്ചു. അരൂർ നിയോജകമണ്ഡലം MLA ദലീമ ജോജോ ഉദ്ഘാടനം ചെയ്തു. എന്ത് നല്ല കുട്ടികളാണ് ഇവിടെ ഇരിക്കുന്നത് കേട്ടോ. എന്ത് ഭംഗിയാ എല്ലാവരും കാണാനാ. എല്ലാവരെയും കാണാൻ എന്ത് ഭംഗിയാണ് കേട്ടോ. എന്ത് ഒരുങ്ങി നല്ല പ്രോഗ്രാമൊക്കെ അവതരിപ്പിക്കാനിരിക്കുന്ന കുട്ടികളാണ് ഇവിടെ ഇരിക്കുന്നത്. പാട്ടും പാടും, ഡാൻസ് ചെയ്യും, നന്നായിട്ട് കളിക്കും, നന്നായിട്ട് കൈയടിക്കും, എല്ലാം പഠിപ്പിച്ച് തന്നിട്ടുണ്ടല്ലേ എല്ലാവരും അല്ലേ? എല്ലാവരും എല്ലാം പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. സിസ്റ്റേഴ്സും ടീച്ചേഴ്സും ഒക്കെ ചേർന്ന് എല്ലാവരും എല്ലാം പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ പഠിച്ചു കയറുമ്പോഴാണ് നമ്മൾ സമൂഹത്തിൽ നല്ലവരായിട്ട് മാറുന്നത് കേട്ടാ. നമുക്ക് എന്തെങ്കിലുമൊക്കെ കുറവുകൾ എല്ലാ മനുഷ്യർക്കും ഉണ്ട് കേട്ടാ. എല്ലാ മനുഷ്യർക്കും കുറവുകളുള്ളവരാണ്. അതുകൊണ്ട് എല്ലാവരും ഇപ്പം കൈയും കാലും ഒക്കെ തന്നവരൊക്കെ ഉണ്ടെങ്കിലും പലരും പല കുറവുകളുള്ളവരാണ്. എന്ത് കുറവായിരിക്കും? എല്ലാം തന്നെ സൃഷ്ടിക്കപ്പെടുന്നവൻ എന്ത് ചെയ്യും? കുറെ കഞ്ചാവും മയക്കുമരുന്നും പിന്നെ കുറെ തെറ്റുകളും അടി ഇടിയൊക്കെ പോകൂലേ. നമ്മൾ അങ്ങനെയൊന്നും പോകാത്ത കുട്ടികളാണ് കേട്ടാ. നമ്മളങ്ങനെ അടിക്കാനും ഇടിക്കാനും തല്ലാനും മറ്റുള്ളവരെ ഉപദ്രവിക്കാനും ഒന്നും പോകാത്ത നല്ല കുഞ്ഞു മക്കളാണ് നമ്മൾ. ദൈവത്തിന്റെ കൊച്ചുങ്ങളാണ് കേട്ടാ. അപ്പൊ ദൈവത്തിന്റെ കൊച്ചുങ്ങളെ നോക്കുന്നത് ആരാണ്? ദൈവത്തിന്റെ കൊച്ചുങ്ങളെ നോക്കാൻ വന്നിരിക്കുന്നത്? ദൈവം വിട്ടിരിക്കുന്ന മാലാഖമാരാണ് ഇവിടെയുള്ള സിസ്റ്റേഴ്സും ഇവിടെയുള്ള അധ്യാപകരും കേട്ടോ. ദൈവമായിട്ട് നിങ്ങൾക്ക് മുന്നിൽ വന്നിരിക്കുന്നവരാണ് ഇവിടെയുള്ളവര്.
ചടങ്ങിൽ DLSA സീനിയർ ഡിവിഷൻ സിവിൽ ജഡ്ജ് ആൻഡ് സെക്രട്ടറി പ്രമോദ് മുരളി വിശിഷ്ട അതിഥിയായി. ജില്ലാ ശിശു സംരക്ഷണ ഓഫീസർ TV മിനിമോൾ അധ്യക്ഷത വഹിച്ചു. അസിസി സ്പെഷ്യൽ സ്കൂൾ അധ്യാപിക സേതുലക്ഷ്മി, D മുരുകൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു. ദിയ കാരുണ്യ കേന്ദ്രം ഡയറക്ടർ മിർസാദ്, അസിസി സ്പെഷ്യൽ സ്കൂൾ പ്രിൻസിപ്പാൾ സിസ്റ്റർ ഡോളി, PTA പ്രസിഡന്റ് ബാബു, ചൈൽഡ് ഹെൽപ്പ് ലൈൻ കേസ് വർക്കർ ജൈനമ്മ ജോസഫ്, ചൈൽഡ് ഹെൽപ്പ് ലൈൻ കൗൺസിലർ രഞ്ജിത എന്നിവർ പ്രസംഗിച്ചു. സർവീസ് പെൻഷൻകാരുടെ അടിയന്തരാവശ്യങ്ങൾ കാലതാമസം കൂടാതെ അനുവദിക്കണമെന്ന ആവശ്യം പെൻഷൻകാർ ചേർത്തല താലൂക്ക് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ സംസ്ഥാന വ്യാപകമായി നടത്തുന്ന സമരത്തിന്റെ ഭാഗമായിട്ടാണ് ചേർത്തലയിലും ധർണ നടത്തിയത്. താലൂക്ക് ഓഫീസിന് മുന്നിൽ ജില്ലാ പ്രസിഡന്റ് M പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. പ്രതിഷേധ മാർച്ചും കൂട്ടധർണയും നടത്തുകയാണ്. എന്തിനു വേണ്ടിയാണ് ഈ സമരപരിപാടി നമ്മളിവിടെ നടത്തുന്നത്? ജനങ്ങളെ കൂടി ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇന്ന് ഈ സമരപരിപാടികൾ നടത്തുന്നത്. പെൻഷൻകാർക്കൊക്കെ ഇത് അറിയാം, പെൻഷൻകാർ മാത്രം അറിഞ്ഞാൽ പോരാ, ഇവിടുത്തെ സാധാരണ ജനങ്ങളോട് ഈ വിവരങ്ങൾ അറിയാം. നമ്മളുടെ 11ാം പെൻഷൻ ശമ്പള പെൻഷൻ പരിഷ്കരണം 5 കൊല്ലം കൂടുമ്പോൾ ശമ്പളവും പെൻഷനും പരിഷ്കരിക്കുക എന്നുള്ള അംഗീകരിക്കപ്പെട്ട ഒരു തത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ 1/7/2019 പ്രാബല്യത്തിൽ 2021 നടപ്പിലാക്കി. 2 കൊല്ലത്തിന് ശേഷമാണ് നടപ്പിലാക്കുക. അന്ന് നടപ്പിലാക്കുമ്പോൾ നമുക്ക് ഈ 2 കൊല്ലത്തെ കുടിശ്ശിക നമുക്ക് ലഭിക്കാനുണ്ട്. നേതാക്കളായ MN ഗോപാലകൃഷ്ണ പണിക്കർ, KN ബാലചന്ദ്ര ബാബു, D അപ്പുക്കുട്ടൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ മണ്ണഞ്ചേരി പഞ്ചായത്ത് ഓഫീസിന് മുന്നിലും ധർണ നടത്തി. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയന്റെ ആര്യാട് ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലായിരുന്നു സമരം. ജില്ലാ ട്രഷറർ M മുഹമ്മദ് യൂനുസ് ഉദ്ഘാടനം ചെയ്തു. സാമ്പത്തിക പ്രതിസന്ധി ശരി, സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധി അതുമായി യോജിച്ചു പോകാൻ ബാധ്യസ്ഥരാണ് ഉദ്യോഗസ്ഥർ പെൻഷൻകാരും എന്നുള്ളത് കൊണ്ട് ഞങ്ങളങ്ങനെ ക്ഷമിച്ചു പോയി. 21 കഴിഞ്ഞു, 22 കഴിഞ്ഞു, 23 കഴിഞ്ഞു, 24 മാർച്ചിന് മുമ്പ് തരുമെന്ന് പറഞ്ഞു. സമയബന്ധിതമായി ഇതൊന്നും തരുന്നില്ല. 4 ഗഡുക്കളായി തരുമെന്ന് പറഞ്ഞ പെൻഷൻ കുടിശ്ശികയിൽ 3 ഗഡുക്കൾ തന്നിട്ട് ഒരെണ്ണം ഇപ്പോഴും തരാനുണ്ട്. വർഷം 5ആയി. DA കുടിശ്ശികയിൽ 4 എണ്ണത്തിൽ 2 തന്നു, 2 എണ്ണം ഇപ്പോഴും തരാനുണ്ട്. ഇതിങ്ങനെ അനന്തമായി നീട്ടിക്കൊണ്ടു പോവുകയാണ്. 2021 ഉത്തരവിറങ്ങുന്നത്. ആ 2021 ഫെബ്രുവരി 20 ഉത്തരവിറങ്ങിയെങ്കിൽ ഇപ്പൊ 2024 ഡിസംബർ ആകുമ്പോൾ ഇത്രയും കാലത്തിനുള്ളിൽ ഞങ്ങളെ വിട്ടുപിരിഞ്ഞ പെൻഷൻകാരുടെ എണ്ണം 1.25 ലക്ഷത്തിലധികമാണ് എന്ന് സർക്കാർ മനസ്സിലാക്കണം. ഇത് വാങ്ങി, ഈ കുടിശ്ശിക വാങ്ങി ഭക്ഷണം കഴിച്ചും മരുന്ന് വാങ്ങുന്നതിനും ഭക്ഷണം കഴിക്കുന്നതിനും പത്രങ്ങൾ വാങ്ങുന്നതിനും അവരുടെ നിത്യ ചെലവുകൾക്കുള്ള പൈസ അതവർക്ക് അനുഭവിക്കുവാൻ കഴിയില്ല. എനിക്ക് അവകാശപ്പെട്ട ആനുകൂല്യം അനുഭവിക്കുവാൻ കഴിയില്ല. ഈ പെൻഷൻ എന്ന് പറയുന്നത് ഔദാര്യമല്ല, അവകാശമാണെന്ന് സുപ്രീം കോടതി പറഞ്ഞു. എന്തുകൊണ്ടാണ്? കേരള സർവീസിൽ കയറുന്ന കേരള സർവീസ് ജീവനക്കാർക്ക്, സംസ്ഥാന ജീവനക്കാരെ സംബന്ധിച്ചോളം അവർക്ക് പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരുടെ ശമ്പളമല്ല നൽകുന്നത്. നേതാക്കളായ R ലക്ഷ്മണൻ, M ജയമോഹൻ, KG വിശ്വപ്പൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. തൈക്കാട്ടുശ്ശേരി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലും കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പ്രതിഷേധ യോഗം ചേർന്നു. പൂച്ചാക്കൽ തെക്കേക്കരയിൽ സംസ്ഥാന കമ്മിറ്റി അംഗം MV സോമൻ ഉദ്ഘാടനം ചെയ്തു. 11ാം കമ്മീഷൻ പരിഷ്കരണം നടന്നു എന്ന കുത്തിഘോഷിക്കാൻ മനസ്സോട് ചോദിക്കണം, ഇത് പൂർണ്ണതയുണ്ടോ നാം പറയുന്നതിൽ എന്നാലോചിക്കേണ്ട കാലഘട്ടത്തിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുക. ജീവനക്കാരൻ മിണ്ടുന്നില്ല. ഇന്ന് സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിൽ ഒരു പരിപാടി നടക്കുന്നുണ്ട്, രാത്രികാല സമരം. ഭരിക്കുന്നത് സർക്കാരിന് കൂട്ടുനിൽക്കുന്ന ഒരു സംഘടനയാണ് അവിടെ സമരം നടത്തുന്നത്. നമ്മെ സംബന്ധിച്ചിടത്തോളം
നമ്മൾ ഒരു രാഷ്ട്രീയ പാർട്ടിയും കൊടിപിടിക്കാനോ അതല്ലെങ്കിൽ അവർക്ക് ഒത്താശ പറയാനോ നമ്മൾ പോകുന്നില്ല. ആര് ഭരിച്ചാലും നമ്മുടെ അവകാശങ്ങൾ ചോദിക്കുക. കുടിശ്ശികയായ ക്ഷാമാശ്വാസ ഗഡുക്കൾ ഉടൻ അനുവദിക്കുക, പങ്കാളിത്ത പെൻഷൻ പിൻവലിച്ച് സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പുനഃസ്ഥാപിക്കുക, കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തിന് അർഹമായ സാമ്പത്തിക വിഹിതം അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം. ജില്ലാ കമ്മിറ്റി അംഗം ശശിധരൻ നായർ സ്വാഗതം പറഞ്ഞു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള ഹൗസ് ബോട്ട് ആൻഡ് റിസോർട്ട് വർക്കേഴ്സ് യൂണിയൻ CITU ഡിസംബർ 12-ന് ആലപ്പുഴ പോർട്ട് ഓഫീസിലേക്ക് മാർച്ച് നടത്തും. ഈ സമരത്തിന് ആധാരമായ പ്രശ്നം പോർട്ട് അധികാരികളും പോലീസും ചേർന്ന് ലൈസൻസിൻ്റെ പേരിൽ നടത്തുന്ന അനാവശ്യമായ റെയ്ഡാണ്. ഇത് അവസാനിപ്പിക്കണം. IV ആക്ട് പ്രകാരമുള്ള ലൈസൻസ്, IT അടക്കമുള്ള ലൈസൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നിലവിൽ ഈ തൊഴിലാളികൾക്ക് പണിയെടുക്കാൻ കഴിയൂ എന്നാണ് പോർട്ട് അധികാരികളും പോലീസും ആക്രോശിക്കുന്നത്. ഇത് നിലവിലുള്ള 10,000-കണക്കിന് ഈ മേഖലയിൽ ജീവിക്കുന്ന ആൾക്കാർക്ക് ഭീഷണിയാണ്. ഏതാണ്ട് 3,000-ഓളം തൊഴിലാളികൾ പണിയെടുക്കുന്ന ഈ വ്യവസായത്തിൽ നേരത്തെ കനാൽ ലൈസൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ മേഖലയിലെ തൊഴിലാളികൾ പ്രവർത്തിച്ചു പോയത്. പരിചയസമ്പന്നരായ മുഴുവൻ ഹൗസ് ബോട്ട്, ശിക്കാര, ബോട്ട്, മോട്ടോർ ബോട്ട് തൊഴിലാളികൾക്കും ഉപാധികളില്ലാതെ ലൈസൻസ് നൽകുക, IV ആക്ട്, അറബിക്കടലിൽ തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തി ആലപ്പുഴ പോർട്ട് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിക്കും. കേരള ഹൗസ് ബോട്ട് ആൻഡ് റിസോർട്ട് വർക്കേഴ്സ് യൂണിയൻ CITU ഹൗസ് ബോട്ട്, ശിക്കാര ബോട്ട്, മോട്ടോർ ബോട്ട് ഉടമകളുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് മാർച്ചും ധർണയും സംഘടിപ്പിക്കുന്നത്. മാർച്ചിന് ശേഷം നടക്കുന്ന പ്രതിഷേധ ധർണ ആലപ്പുഴ MLA PP ചിത്തരഞ്ജൻ ഉദ്ഘാടനം ചെയ്യും. വൈദ്യുതി ചാർജ് വർധനവിനെതിരെ പ്രതിഷേധം INTUC ചേർത്തല റീജിയണൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചേർത്തല നഗരത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. നഗരം ചുറ്റി നടത്തിയ പ്രകടനം INTUC സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് KJ സണ്ണി ഉദ്ഘാടനം ചെയ്തു. നിങ്ങൾക്കെല്ലാം അറിയാവുന്ന പോലെ കേരള ഗവൺമെൻറ് ഇത് 5ാമത്തെ തവണയാണ് വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള ഒരു ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. സാധാരണക്കാരെ ഏറ്റവും കൂടുതൽ അനുഭവിക്കേണ്ടി വന്ന ഭയങ്കരമായ ഒരു ക്ലേശത്തിലേക്ക് ഈ സർക്കാർ ഇലക്ട്രിസിറ്റി എന്ന് മാത്രമല്ല എല്ലാ മേഖലകളിലും അഴിമതിയും ധൂർത്തും സ്വജനപക്ഷപാതവും സ്വന്തക്കാരെ തിരികെ കയറ്റാനും ചെറുപ്പക്കാരുടെ വേദനകൾ അറിയാതിരിക്കുവാനും വേണ്ടിയുള്ള എല്ലാ പ്രവൃത്തികളുമായി മുന്നോട്ട് പോവുകയാണ്. ഇന്നലെ സംസ്ഥാനത്തൊട്ടാകെ മിനിഞ്ഞാന്ന് ഇതിനെതിരെ UDF-ൻ്റെയും കോൺഗ്രസിൻ്റെയും ശക്തമായ പ്രതിഷേധ പ്രകടനങ്ങളും അതിനെ തുടർന്ന് പോലീസിൻ്റെ മർദ്ദനവും ഒക്കെ ഏൽക്കേണ്ടി വന്നൊരു സാഹചര്യത്തിൽ ഇന്ന് തൊഴിലാളി വർഗം ചേർത്തലയിലുള്ള ട്രേഡ് യൂണിയൻ വിഭാഗത്തിൽപ്പെട്ട പ്രധാനപ്പെട്ട ആൾക്കാർ ഉൾപ്പെട്ടുകൊണ്ട് ഈ വർധനവിനെതിരെ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിക്കാനുള്ള ഒരു അവസരമായി ഇതിന് വിനിയോഗിക്കുകയാണ്. റീജിയണൽ പ്രസിഡന്റ് G സുരേഷ് ബാബു അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറിമാരായ PR സജീവ്, കല്ലാപ്പുറം സാബു, സുമന്ത്രൻ, റീജിയണൽ ഭാരവാഹികളായ രഞ്ജിത്ത്, അജിത്ത്, ദേവരാജൻ പിള്ള തുടങ്ങിയവർ പ്രസംഗിച്ചു. അദാനിയുടെ സാമ്പത്തിക ക്രമക്കേടിൽ മോദിക്ക് പങ്കുണ്ടെന്ന് ആരോപണം. ഇതിനെക്കുറിച്ച് പാർലമെന്ററി സംയുക്ത സമിതി അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് CPI ചേർത്തല പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. അദാനിക്കെതിരായിട്ട് അമേരിക്കയിൽ ഉയർന്നു വന്നിട്ടുള്ള ആരോപണം, ആ ആരോപണത്തിൽ വസ്തുതയുണ്ട് എന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് അമേരിക്കൻ കോടതി അദ്ദേഹത്തിനെതിരായിട്ട് കേസെടുക്കുന്ന സാഹചര്യം ഉണ്ടായി. അതോടൊപ്പം തന്നെ ലോകത്തെ മുഴുവൻ ഓഹരി വിപണികളെ പറ്റിയും സമ്പദ് വ്യവസ്ഥയെ പറ്റിയും ആധികാരികമായ പഠനം നടത്തുന്ന ഏജൻസിയാണ് ഹിൻഡൻബർഗ് ഏജൻസി. ആ ഏജൻസി ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലാണ് ലോകത്തിന് മുന്നിൽ വെച്ചത്. അദാനിയുടെ ഓഹരി വിപണി മൂല്യം ഏതാണ്ട് കെട്ടിച്ചമച്ച ഓഹരി വിപണി മൂല്യമാണ്. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NS ശിവപ്രസാദ് ഉദ്ഘാടനം ചെയ്തു. MC സിദ്ധാർത്ഥൻ അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ AP പ്രകാശൻ, K ഉമയാക്ഷൻ, സന്ധ്യ ബെന്നി, KC ശ്യാം തുടങ്ങിയവർ പ്രസംഗിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. 2006 കസ്റ്റഡിയിൽ ചൊറിഞ്ഞണം തേച്ച് മർദ്ദിച്ചെന്ന പരാതിയിൽ അന്നത്തെ ചേർത്തല SIയും ഇപ്പോൾ ആലപ്പുഴ DYSPയുമായ മധുബാബുവിനും അന്നത്തെ ASI ആയിരുന്ന മോഹനും ചേർത്തല കോടതി ശിക്ഷ വിധിച്ചു. ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 1 ജഡ്ജി ഷെറിൻ K ജോർജാണ് ശിക്ഷ വിധിച്ചത്.
തന്തൈ പെരിയോർ പങ്കെടുത്ത വൈക്കം സത്യാഗ്രഹത്തിന്റെ ശതാബ്ദി സമാപനാഘോഷം വ്യാഴാഴ്ച വൈക്കത്ത് നടക്കും. തമിഴ്നാട് മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിൻ, കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ തുടങ്ങിയവർ പങ്കെടുക്കും. സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ ഇല്ലാതാക്കണമെന്ന ആവശ്യം മഹിളാ അസോസിയേഷൻ ആലപ്പുഴയിൽ പ്രതിഷേധ ധർണ നടത്തി. വൈവിധ്യമാർന്ന കലാപരിപാടികളോടെ പാതന മണൽ ഫെസ്റ്റ്. ആഘോഷ പരിപാടികൾ നടക്കുന്നത് ഡിസംബർ 26 മുതൽ 30 വരെ. ഈ വാർത്തകൾ സമാപിച്ചു. നമസ്കാരം.